ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 39ാമത്തെ ദിവസം. 39ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മളെ സിബിനും ജാസ്മിനും സായും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ എന്തിനായിരുന്നു സിബിനെയൊക്കെ സോപ്പിടാനാണ് എന്തരാണ് എന്തോ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻറ്റു വന്നിട്ട് നീ എടുക്കുന്ന ടിഷ്യൂ ഒന്നും നീ കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നില്ല, അതായത് ജാസ്മിൻ ഇടുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കൊണ്ട് ജിൻറ്റോയും ശ്രീതും കൂടെ വന്നു. അപ്പോൾ തന്നെ എല്ലാം അങ്ങ് തുടങ്ങി. ബ്രോ, ഞാൻ എടുക്കുന്ന എല്ലാം ഇടാറുണ്ട് കറക്റ്റ് ഇടാറുണ്ടെന്ന് പറഞ്ഞു ജാസ്മിൻ. അപ്പോൾ ജിൻറ്റോ പറഞ്ഞു നിന്റെ ബെഡ് ഒരെണ്ണം കിടപ്പുണ്ട്, അതിപ്പോൾ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻറ്റോ ഇത് തട്ടിക്കയറിയാണ്. എന്നിട്ട് ജിൻറ്റോ എത്ര പറഞ്ഞിട്ട് ഇവള് പോണില്ല. ജിൻറ്റോ ഷോ കാണിച്ച് പറഞ്ഞാൽ ഇവള് പോകത്തില്ല. ഇവൾക്ക് ഭയങ്കര ഈഗോയാണ്, ഇവൾക്ക് ഈഗോ ഭയങ്കര വാശി, ആ ഒരു സാധനം കാരണം ഇവള് എന്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഇരിക്കും, ഒന്നും ചെയ്യത്തില്ല. സിബിനും പറഞ്ഞു നീ പോയി ഒന്ന് ചെയ്യ്. സിബിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ജിൻറ്റോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പവർ ടീം പറയാൻ. സിബിൻ പറഞ്ഞു ഇത് പവർ ടീമിൻ്റെ കാര്യമില്ല. എന്നിട്ടും സിബിൻ പറഞ്ഞ് പിന്നെ ജിൻറ്റോ ആക്ഷനായിട്ട് പറഞ്ഞു മോള് ഒന്ന് പോയി ഒന്ന് മാറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പതുക്കെ എണീറ്റ് പോയി. ജാസ്മിൻ പറഞ്ഞ ന്യായമെന്ന് വെച്ചാൽ ജാസ്മിൻ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു, പിന്നിട്ട് മേക്കപ്പ് ചെയ്തില്ല. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ഇതാക്കിയാണ്, ഞാൻ ചുരുട്ടി വെച്ചില്ല. അപ്പം ചുരുട്ടിയാണ് വെച്ചേക്കുന്നത് ജിൻറ്റു പറഞ്ഞ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ അത് യൂസ് ചെയ്യാനുള്ള ടിഷ്യൂ ചുരുട്ടിയാണ് വെച്ചേക്കുന്നത്, അത് ചുരുട്ടി കുട്ടി ആവശ്യം കഴിഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ് ജിൻറ്റു ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ് പിന്നെ മടക്കി ഒതുക്കി ഇങ്ങനെ ടിഷ്യൂ വെക്കൂ എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്. അപ്പം ശ്രീതുവും ഈ ജാസ്മിനെതിരെയല്ല ജാസ്മിൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പം ജിൻറ്റോയെ വിളിക്കുന്നു, വന്ന് നോക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. നിന്റെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടല്ലേ നീ എന്നെ വിളിക്കുന്നത്, ഞാൻ വന്നാണ്. സിബിനും ജിൻറ്റോയും ഇങ്ങനെ അകത്തിങ്ങനെ കയറിയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇതിൻ്റെ അകത്തോട്ട് ഹാളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ചെരുപ്പ് അങ്ങോട്ട് കിടന്നു. അപ്പോൾ ആരെ ചെരുപ്പ്? ജാസ്മിൻ്റെ ആണോ? അപ്പോൾ സിബിൻ പറഞ്ഞു ജാസ്മിൻ ചെരുപ്പിടാറില്ലെന്ന്. പിന്നെ വീണ്ടും തുടങ്ങി. പിന്നെ ജാസ്മിനെ വീണ്ടും ചോദിച്ചു അവൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചെരുപ്പിടാറില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി. ജാസ്മിൻ്റെ അടുത്ത് വീണ്ടും ഒന്ന് ചിറ്റു പറഞ്ഞു നീ ചെരുപ്പിടത്തില്ലല്ലേ, ബാത്റൂമിൽ പോയാലും ചെരുപ്പ് ഇടത്തില്ലല്ലേ. അപ്പോൾ ഇവർക്ക് കാര്യം എന്തോ പിടികിട്ടി. ഇവൾ പറഞ്ഞു നിങ്ങൾ കുപ്പിയും കൊണ്ടല്ലേ ഇവിടെ പോണത്, ബാത്റൂമിൽ പോകണം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരിങ്ങനെ സംസാരമായി. അതായത് ഇവള് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ടും അവിടെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ബെഡിൽ കയറുമ്പോൾ സോഫയിൽ എവിടെ കയറുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് പറഞ്ഞത്. ഇവള് കുളിക്കത്തുമില്ല, എന്തൊരു സ്വഭാവം. അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് കഴിവും, അതൊക്കെയാണ് അവൾ ന്യായമായിട്ട് പറയുന്നത്. അപ്പോഴും എന്നിട്ട് ഈ കുപ്പിയുടെ കാര്യം പറയുന്നു ആരുടെ അടുത്ത്, ഈ ജിൻറ്റോ കുപ്പിയും കൊണ്ട് കയറും, ആ ഒരു കാര്യമാണ് ജാസ്മിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്സര പറഞ്ഞു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല ജാസ്മിൻ, അയാൾ കുപ്പി കൊണ്ടുവന്ന് അയാൾ ആ യൂസ് ചെയ്യുന്ന സാധനമാണ്, അത് നമുക്ക് വലിയ കുഴപ്പം വരില്ല. അപ്പോൾ ജാസ്മിൻ ചേച്ചി അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളടുത്ത് എന്തൊരു വാവ് തുറന്നോ എന്തൊരാണ് ഈ അമ്മച്ചിയാരൊരു ടോണാണ് ജാസ്മിൻ. ജിൻറ്റോയും ബാക്കിയുള്ളവരും എല്ലാവരും എത്ര പറഞ്ഞിട്ട് ഇവക്ക് ഈഗോ കാരണം അവള് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇവള് മനഃപൂർവ്വം നിൽക്കും. അവള് ഷോ കാണിക്കാനായിട്ടാണ് ഇയാൾ ഇതാക്കുന്നത്. ഈ ഷോ കാണിക്കുന്ന ഇയാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. എല്ലാവരും ജിൻറ്റോയും എല്ലാവരും പറഞ്ഞു നിന്നെ മാത്രം ഇതാക്കുന്നല്ല, ബാക്കിയുള്ളവരെല്ലാവരും ബാധിക്കുന്നവരോ എല്ലാവരും പറയണം. എന്നിട്ടൊരു നീ കാല് താത്തിടാതെ ഇങ്ങനെ ചമ്മളക്കാലും വെട്ടി കാലും കെട്ടി മുകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ സോഫയിൽ മറ്റേ കഴിവാതെ കയറിയിരിക്കുന്നുള്ള അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ജിൻറ്റോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അടുത്ത് ഈ ജിൻറ്റോ ഇങ്ങനെ ആദ്യമേ പറഞ്ഞുകൊണ്ട് വരായിരുന്നു അവൾ ബാത്റൂമിൽ കയറിയാലും ഇതാക്കത്തില്ല. അപ്പം ഈ നോറയായിരിക്കും. അപ്പം നോറ പറഞ്ഞു ഇയാൾ എന്തിനീ വെറുതെ എടുത്ത് രാവിലെ തന്നെ എൻ്റെ അടുത്ത് എന്നും പറഞ്ഞിട്ട് നോറ വന്നു. അപ്പം അവർ പറഞ്ഞു നിന്നെ അല്ല, ജിൻറ്റോ പറഞ്ഞു നിന്നെ അല്ല ജാസ്മിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവളൊന്ന് ചോദിക്കുകയാണ്, ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ജാസ്മിൻ വന്ന് ജിൻറ്റോ അടുത്ത് അപ്പോഴാണ് ഈ ഒരു സംഭവം തുടങ്ങിയത്. അപ്പം നന്ദൻ ഒന്ന് ഇടയ്ക്ക് വന്ന് പറയുന്നത് ജാസ്മിൻ്റെ കാല് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട്, ചെരുപ്പിട്ട കാല് പൊട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചെരുപ്പിടാത്തത്. അപ്പോഴും ജാസ്മിൻ ഈ വാശിക്കായിട്ട് ഈഗോ ആയിട്ട് കയറി സോഫയിൽ കയറി കാലും പറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ജിൻറ്റോയെ പറയുന്നു ജിൻറ്റോ ഫ്ലഷ് അടിക്കത്തില്ല, കുപ്പിയും കൊണ്ട് കയറുന്നു, വെള്ളം ഒഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻറ്റോയെ ഇങ്ങനെ തിരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിബിനും പറഞ്ഞു മോളെ അത് ശരിയല്ലടാ, നമ്മളെല്ലാവരും ഇരിക്കുന്നല്ലേടാ എന്ന് പറഞ്ഞിട്ടും ആക്കിയില്ല. പിന്നെ ജിൻറ്റോ എടുത്തു വന്ന് ഇരുന്നിട്ട് ജിൻറ്റോ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കവള് കണ്ടിട്ട് അടിക്കാൻ തോന്നുന്നില്ലായിരുന്നു അന്തരെന്നൊക്കെ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഈ നിലത്തി അടിച്ചേനെന്ന് പറഞ്ഞില്ലേ,
കാലിൽ പിടിച്ച് നിലത്തി അടിച്ചേനെന്ന് ജിൻഡോ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അടിച്ചേനാ അടിച്ചില്ല എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഈ കാല് ആ സമയത്ത് താഴ്ത്തിയിട്ട് ഈ ജാസ്മിൻ താഴ്ത്തിയിട്ട് അപ്പോൾ ഈ സായി വന്ന് ചോദിച്ചു നീ ചെരുപ്പില്ല, എനിക്ക് ചെരുപ്പ് ഉണ്ടോ പക്ഷെ എനിക്ക് ഇടാൻ കാല് പ്രശ്നമാണ്, അപ്പം ചെരുപ്പ് എൻ്റെ ചെരുപ്പ് വരാന്ന് പറഞ്ഞ സായി പറഞ്ഞു. അന്ന് ജിൻഡോ ബിഗ് ബോസിനടുത്ത് മൈക്കിൽ ക്യാമറയിൽ പോയിട്ട് ജാസ്മിൻ ഒരു ചെരുപ്പ് കൊടുക്കണം, ഫെദർ ടൈപ്പ് 8.5 ഇഞ്ച് സൈസ്, ജാസ്മിൻ ചെരുപ്പിടാതാണ് അവിടെ എല്ലായിടത്തും പോണത്, ചെരുപ്പ് കൊടുത്ത് സഹായിക്കണം, ചെരുപ്പ് ഞാൻ പറഞ്ഞിട്ടും കാല് താഴ്ത്തിയിടാതെ ഇപ്പം കയറ്റിയിരിക്കുകയാണ്, ചെരുപ്പിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബെഡിലും സോഫയിലും കയറി നമുക്കെല്ലാവർക്കും അസുഖം വരും, അതുകൊണ്ട് ബിഗ് ബോസ് ഒരു ചെരുപ്പ് കൊടുക്കണം. അത് മാത്രമല്ല ബാത്റൂമിൽ ഇരിക്കുന്ന ആ ഒരു സാധനം പൊട്ടിയിട്ടുണ്ട്, അത് ജാസ്മിൻ കയറി ഇരുന്നിട്ടാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അഫ്സൽ പറഞ്ഞു അറിയാത്ത കാര്യം പറയില്ലേ ജാസ്മിനാണോ ഇല്ല അറിയാത്ത. അപ്പോൾ ഈ ജാസ്മിനെ പറഞ്ഞപ്പം ഗബ്രി ചാടി വീണു, ചെറ്റ വർത്താനം പറയില്ല, കള്ള വർത്താനം പറയരുത്, അറിയാത്ത കാര്യം പറയില്ലേ, അത് പറയേണ്ട കാര്യമില്ലായിരുന്നു തോന്നുന്നു. സിബിനും പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയും, വേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കും, അതിപ്പോൾ പൊട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ജിൻഡോ. അപ്പോൾ ഈ ഗബ്രിക്ക് തിളയ്ക്കണമെന്ന് അത് ജാസ്മിനെ പറഞ്ഞോട്ടെ ഇങ്ങനെ പറയാണ്, നീ ചെറ്റ വർത്താനം പറയല്, താൻ കണ്ടോട് താൻ ബാത്റൂമിൽ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട്, അതാ ജാസ്മിനാണോ എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങനെ വന്നു, റസ്മിനും എല്ലാവരും കൂടെ ജിൻഡോടെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ അറിയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജിൻഡോയുടെ അടുത്ത് മുമ്പ് വന്നിട്ട് ജിൻഡോ തുപ്പലെന്ന് പറഞ്ഞിട്ട് ജിൻഡോ മാറിപ്പോണം. ആര് ജാസ്മിൻ അനങ്ങാതിരുന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിയാണോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അങ്ങ് തുടങ്ങി ഗബ്രിയും. അത് കഴിഞ്ഞ് ഇവിടെ അകത്ത് ശരണ്യയും ജാൻമണിയും ഋഷിയൊക്കെ പറയുന്നുണ്ട്. ശരണ്യ പറയുന്നത് എനിക്ക് ഈ ജാസ്മിൻ്റെ ഈഗോ, ഇതെല്ലാവരും നമ്മളെല്ലാവരും ഇത്ര പേരും പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ഈഗോ വാശി ജാസ്മിൻ അങ്ങനെ തന്നെ ഇരുന്നു, ഇത്ര നേരം കഴിഞ്ഞിട്ടാണ് കാല് കത്തിട്ട്. അപ്പം ജാൻമണിക്ക് മൈക്ക് അങ്ങാണ്ട് ഇട്ടില്ലായിരുന്നു, അപ്പോൾ ജാൻമണി മൈക്കിടാതെ സംസാരിച്ചു. അപ്പോൾ മറ്റേ ബിഗ് ബോസ് പറഞ്ഞു ജാൻമണി മൈക്ക് ധരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ജാൻമണിക്കൊരു ശിക്ഷ കൊടുക്കാനായിട്ട് ഇങ്ങനെ ആരെടുത്ത് വന്ന് പറഞ്ഞു, സിബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ പറഞ്ഞു നമുക്കൊരു ഇണക്കി ഇങ്ങനെ ഇടിയിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് നിന്ന്. എന്നിട്ട് ശരണ്യെ അടുത്ത് ചോദിച്ചു ഇത് വല്ല എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ശരണ്യ പറഞ്ഞു അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പം ജാൻമണിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. ജാൻമണി 10 പ്രാവശ്യം ഇടും, ജാൻമണിയില്ല എല്ലാവരും ഇടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ റസ്മി വന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ മൈക്ക് ഇല്ലെന്ന് അനൗൺസ് ചെയ്താൽ കുഴപ്പമില്ല, തുടർച്ചയായിട്ട് ജാസ്മിനൊക്കെ 2-3 വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗബ്രി വന്നിട്ട് അതെന്താ അങ്ങനെ, അത് എല്ലാവർക്കും ചെറിയൊരു ഇതിന് ഇതാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ന്യായീകരിച്ചു എന്ന് വെച്ചാൽ ശിക്ഷ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സിബിന് ദേഷ്യം എന്ന് വെച്ചാൽ അതല്ലടാ ചെറുക്കാ പറഞ്ഞത്, അത് എടുക്കണമെങ്കിൽ പണിഷ്മെന്റ് എടുക്കാന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ പല്ലും കടിച്ചിങ്ങനെ ഒന്ന് സിബിൻ. ഗബ്രി പറഞ്ഞു ഞാൻ റസ്മിൻ്റെ അടുത്ത് സംസാരിക്കും, നിനക്കെന്ത്, ഞാൻ ഇഷ്ടമുള്ളവരടുത്ത് സംസാരിക്കും, ഞാൻ റസ്മിൻ്റെ അടുത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് നിനക്ക് റസ്മിൻ്റെ അടുത്തല്ല നോറ എടുത്ത് എൻ്റെ ഇത് പറഞ്ഞതിന് നിനക്കെന്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇവനിത്തിരി ഇതുണ്ടല്ലേ, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ഗബ്രിയും കയറിയും ഇതാവുമല്ലോ, തിളയ്ക്കുമല്ലോ ആ ഒരു സാധനം. പിന്നെ അവർ എല്ലാവരും കൂടെ സിബിനും ജാൻമണിയും ശരണ്യയും 10 പ്രാവശ്യം ഇട്ടു. അപ്പോൾ ഈ വീണ്ടും എന്തോ ഒരു കാര്യത്തിന് ജാസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ആരൊക്കെ ചൊറഞ്ഞുകൊണ്ട് എന്തോ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നോറ ഇരുന്ന് അപ്പുറത്തിരുന്നുകൊണ്ട് ഈ എന്തൊരു എപ്പോഴെങ്കിലും അവളെ മക്കിട്ട് കയറുന്നത്, അവൾക്ക് പീരീഡ്സ് ആണ്, അവൾക്ക് മൂഡ് മിക്സ് ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവൾ ദേഷ്യത്തിൽ വിഷമിച്ചിരിങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും മണ്ടേ കയറുന്നത്, അപ്പം അഭിഷേക് ആരാകണ്ടേ ഞാൻ നോറ ഉണ്ടല്ലോ അതായിരിക്കുമെന്ന്. എൻ്റെ വെക്കിട്ട് കയറാനല്ല, എനിക്ക് അവളുടെ അടുത്തൊന്നുമില്ല എന്നൊക്കെ. അതായത് ഇപ്പം ഇവർ നോറയും ജാസ്മിനും ഇപ്പോൾ ഒന്നായി എന്നുള്ളൊരു ഇതിൽ വരണമല്ലോ. അതായത് ജിൻഡോയെ ഇതാക്കാനായിട്ട് ശത്രുവും ഇതായി. എന്നിട്ട് റസ്മിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു എനിക്ക് അവളുടെ അടുത്ത് ഒരു സിമ്പതിയാ ഒരു അറ്റാച്ച്മെൻറ്റാ ഒന്നുമില്ല, പക്ഷേ അവൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടോട്ട് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് അർജുനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റ്. അതായത് ഈ ശ്രീതുവും പറഞ്ഞ് മൂഡ് ഫിക്സ് പീരീഡ്സ് മാത്രമാകുമ്പോൾ എനിക്കും വരാറുണ്ടല്ലോ, അതല്ലാത്ത സമയത്തും എല്ലാവർക്കും മൂഡ് ഫിക്സ് വരും,
അത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ശ്രീതു പറഞ്ഞു. ശ്രീതു ഈ നോറ ഭയങ്കര ഉറക്കാണ് സംസാരിക്കുന്നത്. അപ്പം ശ്രീതു അടുത്ത് ഇങ്ങോട്ട് ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പം ശ്രീതു പറഞ്ഞു പതുക്കെ കമ്മിയായിട്ട് പതുക്കെ സംസാരിക്കാനെന്ന് വെച്ചാൽ പേടിച്ചു പോയി. ശ്രീതുവിന് ഏറ്റവും ലാസ്റ്റ് പിന്നെ ഡിസ്റ്റർബൻസ് ആയി. ആരാ ചോദിച്ചു ഡിസ്റ്റർബ് ആവുന്നു, അതിലുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതുവും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം അപ്പുറത്ത് അർജുൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നോറ ഇങ്ങനെ പറയാണ്, ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ അത് കുഴപ്പമില്ല, ബാക്കിയുള്ളവർ കാണിച്ചാൽ ഓക്കെയാണെന്ന്. അപ്പം ഗബ്രി കുളിച്ചിട്ട് വന്നിട്ട് ഗബ്രി മോട്ടിവേറ്റ് ചെയ്യുന്നു. അയാൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത്, നമ്മൾ ഇതിൻ്റെ പുച്ഛത്തിൽ എന്താണ് അതാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ട് ഓക്കെ ഇനി എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കണം, നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നു പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യണം ഈ മറ്റേ ഈ കോഴിയെ. കുറേ നേരം അവിടെ ഇരുന്നിരുന്ന് അവസാനം ഉറങ്ങിപ്പോയി പട്ടി വെച്ച് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ തന്നെ. അപ്പോൾ എന്തെങ്കിലും ശിക്ഷയുടെ കാര്യം പറഞ്ഞപ്പം ജിൻഡു പറഞ്ഞ് അവള് വിട്ടുകളാ, അവൾക്ക് വയ്യാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അല്ല കുഴപ്പമില്ല, അപ്പോൾ ഇനി മറ്റേ ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യണ്ട, ഞാൻ എന്തെങ്കിലും പണിഷ്മെന്റ് ഞാൻ എന്തെങ്കിലും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ജാസ്മിൻ. പിന്നെ അടുത്തൊരു ടാസ്ക് ആയിരുന്നു, അതായത് അടുത്ത ആഴ്ചയിലെ പവർ ടീമിൽ അടുത്ത ടീം വരണമല്ല. അപ്പം ഈ ടീമിൻ്റെ കൂടെ മത്സരിക്കാൻ ആരെ തിരഞ്ഞെടുക്കണം എന്ന് ആരുടെ അടുത്ത് പവർ ടീമിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയണം, കാരണവും പറയണം, ബാക്കി 2 ടീമിനെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാര്യവും പറയണം. അപ്പോൾ അവർ പോയി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പോയി ഡിസ്കസ് ചെയ്ത് വന്നിട്ട് പറഞ്ഞ് നെസ്റ്റിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതായത് സായിയുടെയും അഭിഷേക്, നന്ദന അവരെ ടീമിനാണ് സെലക്ട് ചെയ്തത്. അതായത് ഡെന്നിനെ സെലക്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഡെന്നിലെ ഒരു മത്സരാർത്ഥിയുടെ മോശം പെരുമാറ്റം, സംസാര രീതി 2-3 ദിവസമായിട്ടുള്ള അത് ഗബ്രി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പം അവൻ പവർ ടീമിലോട്ട് വന്നാൽ അവൻ നോമിനേഷനിൽ ഔട്ടാവും, നോമിനേഷനിൽ വരത്തില്ല, അവൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നോമിനേറ്റിൽ വന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് അവനെ പുറത്താക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളിനെ എവിക്ഷനിലോട്ട് വരണം, ജനവിധി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അപ്പം ഗബ്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ പറയാൻ നിങ്ങൾക്കത് ഉള്ള യോഗ്യതയില്ല, അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് സിബിൻ. അപ്പം ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ശിക്ഷ തരട്ടെ എന്ന് അങ്ങ് പറഞ്ഞു. പിന്നെ തണലിനെ സെലക്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ തണലിൽ ശ്രീതുവും ശ്രീരേഖയും അൻസിബയൊക്കെ മറ്റേ എവിക്ഷനിലുള്ളതാണ്. ഇൻ കേസ് എവിക്ഷൻ വന്ന് ഔട്ടായി പോയാൽ ഈ ഒരു സ്ഥാനത്ത് അതുകൊണ്ട് കാലിയായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ വീണ്ടും റീ ഇലക്ഷനിൽ വരും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കുറച്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച നെസ്റ്റിനെ തിരഞ്ഞെടുത്തതെന്ന് സിബിൻ പറഞ്ഞു. പവർ ടീമിൻ്റെ ഫസ്റ്റ് ചലഞ്ചിൽ ആ ഒരു ഗെയിം വന്നു, ആ ഒരു ടാസ്ക് വന്നു. ആ ടാസ്കിൽ 2 ടീമിൽ നിന്നും ഓരോന്ന്, ഇപ്പോഴത്തെ നിലവിലുള്ള പവർ ടീമിൽ നിന്നും ഇനി വരാനുള്ള പവർ ടീമിൽ നിന്നും ഓരോരുത്തർ വെച്ച് മത്സരിക്കാനുള്ള. അപ്പോൾ പുതിയത് നെസ്റ്റിൽ നിന്ന് സായിയും ഇപ്പോൾ നിലവിലുള്ളതിന്ന് മറ്റേ ഋഷിയും വന്ന്, അതായത് ഒരു ബ്രെഡ് കാല് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കടിച്ച് തിന്നുന്ന ഇതായിരുന്നു. എത്ര ബ്രെഡ് കൂടുതൽ തിന്നുന്ന അവർ ജയിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഋഷിയാണ് വന്നത്. ഋഷിയല്ല, സായിയാണ് വന്നത്. ഋഷിക്ക് കഴിച്ചെറുക്കാൻ പറ്റിയില്ല. അങ്ങനെ സായി 6 ബ്രെഡിന് സായിയാണ് ഫസ്റ്റ് റൗണ്ടിൽ, ഫസ്റ്റ് ഇതിൽ സായിയാണ് ഫസ്റ്റ്. വേറൊരു ടാസ്ക് വന്നു. ആ ഒരു ടാസ്കിലും അതായത് ആ ഒരു ടാസ്കിൽ മത്സരിക്കാൻ വന്നത് നോറയും സിബിനുമാണ്. നോറ നെക്സ്റ്റ് ടീമിലെ, സിബിൻ ഇപ്പോൾ നിലവിലെത്ത ടീമിൽ നിന്നും വന്നു. അപ്പോൾ ഇതും അത് കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജ്യൂസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. ജ്യൂസ് എത്ര കപ്പ് ജ്യൂസ് ഇങ്ങനെ ആടി വരും. അത് എത്ര ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നു, എത്ര ഗ്ലാസ് കുടിക്കുന്നു അവർ ഇതിൽ വരും. അപ്പോൾ ഇപ്രാവശ്യം സിബിൻ ഒരു 7 ഗ്ലാസ് ജ്യൂസ് കുടിച്ച്, നോറ 1-2 അങ്ങോട്ടേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടാസ്കിൽ സിബിൻ ജയിച്ച്. അപ്പം ഇപ്പോഴത്തുള്ള നിലവിലുള്ള അവർക്കൊരു പോയിന്റ് കിട്ടി, നെസ്റ്റിന് ഒരു പോയിന്റ് കിട്ടി. 2 ടീമിൽ നിന്ന് ഓരോ മാർക്ക് വെച്ച് ഓരോ പോയിന്റ് വെച്ച് കിട്ടിയോണ്ട് 2 ടാലിയായിട്ട് ഇരിക്കുകയാണ്, സമനിലയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു ടാസ്ക് വന്നു. അത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ നടുക്ക് ഫുട്ബോൾ വെച്ചിട്ട് അവിടെ ഇവിടെയായിട്ട് ഗോൾ ഇങ്ങനെ അടിക്കുന്നത്. അത് കളിക്കാനായിട്ട് സെലക്ട് ആയി ആദ്യം വന്ന സായിയും ഋഷിയാണ് വന്നത്. അത് നല്ല ഉഗ്രം പോരാട്ടമായിരുന്നു. അത് കളിച്ച് അവസാനം സായിയല്ല ഋഷി തന്നെ ജയിച്ച്. ഋഷി കുറെ ഗോൾ അടിച്ച് ഋഷി ജയിച്ചു. അപ്പോൾ നിലവിലുള്ള പവർ ടീം തന്നെയാണ് ഇപ്പോഴത്തെ പവർ ടീമിനായിട്ട് സെലക്ട് ആയത്. ഒരു സ്പോൺസർ ടാസ്ക് ആണ്. അതായത് സ്കീ ഐസ്ക്രീമിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ആണ്. അതിൽ 2 പേര് വെച്ചായിരുന്നു മത്സരം. അത് ഇന്ന ടീമിലെ 2 പേര് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ ഇഷ്ടമുള്ള 2 പേർക്ക്
ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് ചെയ്ത് അത് ഇത്ര സമയം കൊണ്ട് കുടിച്ച്, ഇത്ര സമയം കൊണ്ടല്ല, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തിട്ട് ആ ഒരു സ്റ്റിക്കർ, ആ ഒരു പെട്ടിയുടെ ഒരു സ്റ്റിക്കർ അവിടെ ആ ഫ്ലേവറിൻ്റെ അത് ഒട്ടിച്ച് വയ്ക്കുന്നു. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. മഞ്ഞയിട്ട് എല്ലാവരും ഐസ്ക്രീം കുടിച്ചിട്ട് ഓടുന്നതും കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് 39ാമത്തെ ദിവസത്തെ കാഴ്ചകളും പറയാനുള്ള കാര്യങ്ങളും. ഓക്കെ.